അടിമുടി അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായി വമ്പൻ തീരുമാനങ്ങളാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന് അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. അവസാനത്തെ കച്ചിത്തുരുമ്പിൽ പിടിച്ചുകയറാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്നാൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല. ആശയതലത്തിൽ സാമൂഹിക നീതിയിലും മതേതരത്വത്തിലും ഊന്നൽ നൽകാനും സംഘടനാ തലത്തിൽ DCCകളെ ശാക്തീകരിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സമ്മേളനം അംഗീകാരം നൽകി. ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ 100ാം വാർഷികവും സർദാർ പട്ടേൽ ജനിച്ചതിന്റെ 150ാം വർഷവും ആഘോഷിക്കുന്ന 2025 കോൺഗ്രസിന്റെ പുനർജനി വർഷമായിരിക്കുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. രാജ്യത്ത് ജാതി സെൻസസ് നടത്തുമെന്നും OBC, SC, ST, ന്യൂനപക്ഷം, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്നിവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രമേയവും പാസാക്കി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ വിശ്രമിക്കുകയും ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കുകയും ചെയ്യണമെന്നും ഖാർഗെ മുന്നറിയിപ്പ് നൽകി. പാർട്ടിയുടെ ആശയവും ഭരണഘടനയും പ്രതിരോധിക്കേണ്ടത് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ഉത്തരവാദിത്വവും ചുമതലയുമാണെന്നും രാഹുലും പറഞ്ഞു. പുനഃസംഘടനയുടെ ഭാഗമായി DCCകളെ AICCയുടെ കർശന മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പുതിയ ജില്ലാ പ്രസിഡന്റുമാരും 1 വർഷത്തിനുള്ളിൽ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ കമ്മിറ്റികൾ കഴിവുള്ളവരെ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കണം. ഇക്കാര്യത്തിൽ DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനം സുതാര്യവും പക്ഷാപാതരഹിതവുമാവണം. DCC സംഘടനയ്ക്ക് കൃത്യമായ രൂപരേഖ AICC നൽകുമെന്നും ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം BJPയെ വിമർശിക്കാനും രാഹുൽ മറന്നില്ല. ഭരണഘടനയെ അട്ടിമറിക്കാനും ആക്രമിക്കാനുമുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എതിരാളികളുടെ കയ്യിൽ പണവും ശക്തിയും ഉള്ളപ്പോൾ ആ നടപടി അത്ര എളുപ്പമാകില്ല. എന്നാൽ സത്യസന്ധത കൊണ്ടും ജനങ്ങളുടെ സ്നേഹം കൊണ്ടും ആ പോരായ്മകളെ മറികടക്കാൻ ശ്രമിക്കുമെന്നും രാഹുൽ പറഞ്ഞു. എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർ പദവിയിൽ RSSകാരെ തിരികെ കയറ്റുന്നുവെന്നും ഈ നീക്കങ്ങളെ ചെറുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമെന്നും രാഹുൽ വ്യക്തമാക്കി. RSS ആശയങ്ങളോട് പൊരുതും. ആ ആശയങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതല്ല. ഭരണഘടനയെ രാംലീല മൈതാനിയിൽ കത്തിച്ചവരാണ് RSSകാർ. അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും ഭരണഘടനയാവില്ല. ഓർഗനൈസർ ലേഖനത്തിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും രാഹുൽ പറഞ്ഞു. ജാതി സെൻസസ് നടത്തില്ല എന്ന് മോദി പറയുന്നു. ഓരോ വിഭാഗത്തിന്റെയും കൃത്യമായ കണക്ക് വേണം. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി എന്തു ചെയ്തു എന്നും വ്യക്തമാക്കണമെന്നും പറഞ്ഞു. അഗ്നിവീറുകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാതെ വഞ്ചിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചതോടെ അവിടെയും യുവാക്കൾക്ക് അവസരമില്ലാതായി. അംബാനിയുടെയും അദാനിയുടെയും കമ്പനികളിൽ എത്ര പിന്നോക്ക വിഭാഗക്കാരെ കാണാൻ കഴിയും? എല്ലാ അവസരങ്ങളും തകർത്തിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി നടന്നുവെന്നല്ല, നമ്മൾ നടന്നുവെന്ന് പറയണം. പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് വളർത്തുന്നത് DCCകളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. DCCകളിലൂടെയാണ് പാർട്ടിയെ ശാക്തീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം DCC അധ്യക്ഷന്മാർക്ക് പ്രാതിനിധ്യം നൽകുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.